നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സമാന്തര ശ്രേണികളാണ്. അതിൽ നമ്മൾ പറഞ്ഞു പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യും? പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അതിനെ തന്നെ ഇത് കണ്ടില്ലേ, മധ്യപദം ഈക്വൽ ടു പദങ്ങളുടെ തുക. എന്നിട്ട് ഇവിടെ എന്താ ഗുണിച്ചിരിക്കുന്ന ഇതിനെടുത്ത് നേരെ അടിയിലോട്ട് കൊണ്ട് എഴുതുമ്പോൾ എന്താവും? ഡിവിഷനാവും. അങ്ങനെയാണ് ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത്. മധ്യപദം ഈക്വൽ ടു പദങ്ങളുടെ തുക ബൈ പദങ്ങളുടെ എണ്ണം, പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ പദങ്ങളുടെ എണ്ണം. നമ്മൾ ആ ശരാശരിയൊക്കെ കണ്ട് ഓർക്കുന്നില്ലേ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട് ശരാശരി കാണാനായിട്ട്. കുറേ കുട്ടികളുടെ മാർക്ക് എന്നിട്ട് അതിൻ്റെ ശരാശരി കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? മാർക്കിനെ എന്ത് ചെയ്യും? മാർക്കെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ എത്ര പേരുടെ മാർക്കാണോ അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശരാശരി കിട്ടൂലേ? അത് തന്നെയാണ് ഇവിടെയും. പദങ്ങളുടെ തുക അതെല്ലാം കൂടെ കൂട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മധ്യപദം കിട്ടുന്നു. അത് മറ്റേത് ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഈ ഒരു ക്രമത്തിൽ എഴുതും. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതും കേട്ടോ. അത് തന്നെ ഇവിടെ എന്താണേലും നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ആയിരിക്കും അത് പോകുന്നത്. ഓക്കെ, സമാന്തര ശ്രേണിയിൽ പിന്നെ എന്താണ്? പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ തന്നെ ആയാൽ ജോഡിയുടെ തുക എന്ന് പറയുന്നത്, അതായത് രണ്ട് ജോഡികൾ x1 x5 എടുത്തു. x1 x5 5 എത്രയാ? 6. 6ൻ്റെ പകുതി ഏതാ? മൂന്നാം പദം. അപ്പം മൂന്നാം പദം എന്ന് പറയുന്നത് എന്താണ്? ജോഡിയുടെ തുകയെ 2 കൊണ്ട് ഹരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ പദങ്ങളുടെ എണ്ണം ഇപ്പോൾ അത് തന്നെയാണ്. ഇരട്ടസംഖ്യ ആണെങ്കിൽ ഇപ്പോൾ ഇരട്ടസംഖ്യയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്കും എന്താണ് എഴുതുന്നത്? ഇപ്പോൾ 2 4 6 8. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 4 നമ്പറാണ് ഇരട്ടസംഖ്യയാണുള്ളത്. ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇരട്ടസംഖ്യ ആണെങ്കിൽ ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയെ ജോഡിയുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതായിരിക്കും. ഒരു ജോഡിയുടെ തുക ഇപ്പോൾ 8 2 എത്രയാണ്? 10. ഒരു ജോഡിയുടെ തുകയായി. എന്നിട്ട് എന്ത് ചെയ്യണം? ജോഡിയുടെ എണ്ണം, ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയെ എന്ത് ചെയ്യണം? ജോഡികളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ 6 4 10 8 2 10 10 10 എത്രയാ? 20. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? ജോഡികളുടെ എണ്ണം. എത്ര ജോഡികളുണ്ട് ഇവിടെ? 1 2 അല്ലേ? 2 ജോഡികളല്ലേ ഉള്ളൂ. 20 ബൈ 2 എത്രയാണ്? 20 ബൈ 2 10 ആണ്. ഇപ്പോൾ കണ്ടോ, ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയെ ജോഡികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ ഇത് കിട്ടി. കണ്ടില്ലേ? ജോഡികളുടെ തുക 20 ജോഡികളുടെ എണ്ണം 2 ജോഡിയേ ഉള്ളൂ ഇവിടെ. 4 എന്ന് പറയുമ്പോൾ എത്ര? 2 ജോഡി. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 ചേരുമ്പോഴാണ് ഒരു ജോഡി. ഇവിടെ 4 ഉള്ളപ്പോൾ 2 ഇപ്പോൾ 2 ജോഡിയാണ്. ഇപ്പോൾ പദങ്ങളുടെ തുകയെ ജോഡിയുടെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ 20 ബൈ 2. ബാക്കി എത്ര കിട്ടി? ആൻസർ 10. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് എത്ര? 6 4 10. ഓക്കെ മക്കൾ, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ഇപ്പോൾ അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ 2 മടങ്ങാണ്. അതുതന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മധ്യപദം എന്ന് പറയുന്നത്. പദങ്ങളുടെ മധ്യപദം ഈക്വൽ ടു ജോഡിയുടെ തുക ബൈ 2 ആയിരിക്കും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരേ അകലം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പൊതുവ്യത്യാസം. ഇപ്പോൾ ഒരു പദത്തിനോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യും? 2 പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരേ അകലം. 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ 3 പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ ആ തുല്യമായിട്ടുള്ള ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക എടുത്തു. നടുവിലത്തെ പദത്തിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പോൾ 2 ഇൻറ്റു മധ്യപദമാണ് ജോഡിയുടെ തുക എന്ന് പറയുന്നത്. അത് തന്നെ പിന്നെ അടുത്ത് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെയും അതിൻ്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ മൊത്തം പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമാണ്. അതാണ് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഈക്വൽ ടു പദങ്ങളുടെ തുക ഈക്വൽ ടു മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമാണ് കേട്ടോ. തുക ഈക്വൽ ടു പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. ഇനി അടുത്ത ഒരു സമാന്തര ശ്രേണിയിൽ തുടർച്ചയായ കുറേ പദങ്ങൾ എണ്ണം ഒറ്റസംഖ്യയായി എടുത്താൽ അവയുടെ തുക നടുവിലത്തെ പദത്തിൻ്റെയും പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലമാണ്. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് തന്നെ കേട്ടോ.
സെയിം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട, ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഇതായിട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാണ്? 2ഉം 9-ാം പദം 10-ാം പദം 11-ാം പദം ഇവയുടെ തുക 90ഉമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 2ഉം 9ഉം 10ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ 90ആണ്. ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാണ്? 2ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 2ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഡി എന്ന് പറയുന്നത് 2ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ 9-ാം പദം x9 x10 x11 ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെത്രയാണ്? 9, 10, 11. ഇവിടെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഈ തുക കൂട്ടുമ്പോൾ 90ആണ് കിട്ടുന്നത്. നമുക്കറിയാം മധ്യപദം x10 എന്ന് പറയുന്നത് ഈ 90നെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. 1, 2, 3 പദമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 9 30 എന്ന് വരും. ഇതിങ്ങനെ വെട്ടിക്കളയും. 3 0 30 എന്ന് വരും. അപ്പോൾ x10-ാം പദം നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. 10-ാം പദം എത്ര കിട്ടിയത്? 30 എന്ന് കിട്ടി. അപ്പോൾ 10-ാം പദമാണ് ഈ നടുക്കുള്ള 10 അല്ലേ? 10-ാം പദം നമ്മൾ പഠിച്ചില്ലേ? ഈ പദത്തിനെ എന്ത് ചെയ്യണം? ഈ നടുക്കത്തെ പദത്തിനെ എന്ത് ചെയ്യും? തുക കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? നടുക്കത്തെ പദത്തിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് തുക കിട്ടും. അല്ലെങ്കിൽ തുകയെ ആ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ തുക, നമ്മുടെ തുക എത്രയാണ്? 90. 90നെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അതായത് x10 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. നമുക്കറിയാം ഡി എത്രയാണ്? 2 ആണെന്ന് അറിയാം. ഇനി നമുക്ക് 1-ാം പദം, ആദ്യത്തെ പദങ്ങളുടെ തുകയൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് 1-ാം പദവും 2-ാം പദവും 3-ാം പദവും. അപ്പോൾ ഡി ഈക്വൽ ടു 2 x10 എന്ന് പറയുന്നത് എത്ര? 30 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത്. ഇനി 1-ാം പദം നമുക്ക് കണ്ടുപിടിക്കണം. 1-ാം പദം ഈക്വൽ ടു 1-ാം പദം എന്ന് പറയുന്നത് എന്താണ്? 10-ാം പദം എന്താണ്? 1-ാം പദത്തിനോട് പൊതുവ്യത്യാസം എത്ര തവണ കൂട്ടണം? ഇവിടെ 10 ആയതുകൊണ്ട് 1-ാം പദമല്ലേ? അപ്പോൾ 1-ാം പദത്തിനോടായതുകൊണ്ട് എന്ത് ചെയ്യണം? 10-ൽ നിന്ന് 1 കുറയ്ക്കുക. 9 തവണ പൊതുവ്യത്യാസം കൂട്ടണം. ഇപ്പോൾ 1-ാം പദം എന്ന് പറയുന്നത് 10-ാം പദത്തിൽ നിന്നും 9 തവണ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കുറയ്ക്കണം. 10-ാം പദം നമുക്കറിയാം 30 എന്നറിയാം. 30 മൈനസ് 9 ഇൻറ്റു ഡി. ഡി എത്രയാണ്? 2. അപ്പോൾ 30 മൈനസ് 18 ഈക്വൽ ടു 30ൽ നിന്ന് 18 കുറയ്ക്കുക. 12 5 5. ഓക്കെ, ഇതാണ് നമ്മുടെ 1-ാം പദം. 2 എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ശ്രേണിയായിട്ട് നമുക്ക് എഴുതാം അല്ലേ? 12 പൊതുവ്യത്യാസം എത്രയാണ്? 2. 2 കൂട്ടുക. 12 2 14, 14 2 16. ഇതാണ് നമ്മുടെ ആൻസർ.